അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ചൂര തവ ഫ്രൈ ആണ്. നമ്മളൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അതിനുശേഷം കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഹാഫ് നാരങ്ങയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പേസ്റ്റ് നമ്മുടെ ഫിഷ് ഉണ്ടല്ലോ, ആ സ്ലൈസ് വെച്ച ഫിഷിന്റെ മേലിലായിട്ട് നന്നായിട്ട് അങ്ങനെ അപ്പ് ചെയ്തു. എന്നിട്ടൊരു കുറച്ച് നേരം നമ്മൾ മാറ്റിവെക്കാം. ഒരു 30 മിനിറ്റോളം മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് മാരിനേഷനുള്ള കൂട്ടം റെഡിയാക്കാം. ഒരു ബേസിനിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുക, ടർമറിക് പൗഡർ എടുക്കുക, കുറച്ച് റെഡ് ചില്ലി പൗഡർ എടുക്കുക, പിന്നെ കുറച്ച് കറി ലീവ്സ് എടുക്കാം, പിന്നെ നമുക്ക് കുറച്ച് സോൾട്ട് എടുക്കുക, പെപ്പർ എടുക്കുക, ലെമൺ ജ്യൂസ് എടുക്കുക. അങ്ങനെ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് ടേസ്റ്റും കറക്റ്റ് ടേസ്റ്റിനുള്ള ഉപ്പിടാൻ പറ്റില്ല. പിന്നെ നമ്മൾ ജിഞ്ചർ ഓയിൽ മെയിൻ സാധനം കൂടി ആഡ് ചെയ്തിട്ട് സിമ്പിൾ റെസിപ്പിയാണ്. പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടി കുറച്ച് ചില്ലി പേസ്റ്റും കൂടി റെഡ് ചില്ലി പേസ്റ്റും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ കൂട്ടെല്ലാം കൂടി പിഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് ഒഴിക്കാൻ. നാരങ്ങത്ത് മറക്കരുത്, ഞാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ഫുള്ള് തേച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഫിഷ് ഒരു ഒരൊക്കെ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ മേൽ കുറച്ചെണ്ണ കഴിഞ്ഞിട്ട് സാറേ പുള്ളി മണം വരും. അങ്ങനത്തെ നോക്കി പുള്ളി സാധനം അതിൻ്റെ മേലിൽ കുറച്ച് ഓയിൽ. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ വെക്കേണ്ട സാധനമാണ് പുളി.